ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. അഫ്ഗാൻ പാക് അതിർത്തിയിൽ വീണ്ടും ഏറ്റുമുട്ടൽ നടന്നു. പാകിസ്ഥാൻ 20 താലിബാനികളെ കൊല ചെയ്തുവെന്ന് അവകാശപ്പെടുന്നു. താലിബാൻ പാക് സൈനികരുടെ ആക്രമണത്തിൽ 12 സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി സൈനികരെ വധിച്ചുവെന്നും പറയുന്നു. 4 ദിവസം മുമ്പും ഇതുപോലെ ഒരു ഏറ്റുമുട്ടലിൽ 100ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോഴും സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുകയാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഗഡ്ചിരോലി ജില്ലയിൽ നിന്നും മാവോയിസത്തെ ഇല്ലാതാക്കാനുള്ള പ്രക്രിയ ഇന്ന് ആരംഭിച്ചു. മുതിർന്ന നക്സൽ കമാൻഡർ ഭൂപതിയും 60 പേരും ഗഡ്ചിരോലി പോലീസ് ആസ്ഥാനത്ത് കീഴടങ്ങിയതിന് പിന്നാലെയാണ് ഫട്നാവിസിന്റെ പരാമർശം. 40 വർഷത്തോളം മാവോയിസത്തിന്റെ സ്വാധീനം നിന്ന പ്രദേശത്തിപ്പോൾ സമാധാനത്തിലേക്കുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. തമിഴ്നാട് സർക്കാർ ഹിന്ദി പ്രചരിപ്പിക്കുന്നതിനെ ചെറുക്കാൻ പുതിയ ബിൽ തയ്യാറാക്കുകയാണ്. സംസ്ഥാനത്തെ ഹിന്ദി ബോർഡുകൾ ഹിന്ദി സിനിമകൾ, പാട്ടുകൾ എന്നിവയെ നിയന്ത്രിക്കും. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. DMK നേതാക്കൾ ഇത് തമിഴ് ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമമെന്ന് വിശദീകരിക്കുമ്പോൾ BJP നേതാക്കൾ ഇത്തരം നീക്കത്തെ വിവാദമാക്കുകയും ഹിന്ദി ഉപയോഗത്തെ രാഷ്ട്രീയ ഉപകരണമാക്കരുതെന്ന് പ്രതികരിക്കുകയും ചെയ്തു. ജപ്പാനിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്താനാകും. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിഭാഗമായ NIPL ജപ്പാനിലെ NTT ഡാറ്റയുമായി ധാരണാപത്രം ഒപ്പുവെച്ചതോടെയാണ് ഈ സൗകര്യം ആരംഭിക്കുന്നത്. ഇതോടെ ജപ്പാനിലെ കടകളിലും റെസ്റ്റോറന്റുകളിലും QR കോഡ് സ്കാൻ ചെയ്ത് UPI ആപ്പുകൾ വഴി പണമടയ്ക്കാനാകും. ഇന്ത്യക്കാരുടെ വിദേശയാത്ര കൂടുതൽ സൗകര്യപ്രദമാവുകയും ചെയ്യും. സീരിയൽ നമ്പരും റിട്ടേണിംഗ് ഓഫീസറുടെ ഒപ്പമില്ലാത്ത ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചതിനെ തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ റദ്ദാക്കി. സാറ്റലൈറ്റ് ക്യാമ്പസിലെ യൂണിയൻ പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെച്ച് വോട്ടെണ്ണൽ സംബന്ധിച്ച സംഘർഷങ്ങൾ അന്വേഷിക്കാൻ 5-അംഗ സീനിയർ അധ്യാപക കമ്മിറ്റിയെ നിയോഗിച്ചു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.